ജസ്ന തിരോധാന കേസിൽ സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്ന് തിരുവനന്തപുരം സിജെഎം കോടതി. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രം സിബിഐ പരിശോധിച്ചില്ലെന്ന് ഹർജിക്കാരൻ കോടതിയിൽ അറിയിച്ചു. വസ്ത്രം കണ്ടെടുത്തിട്ടില്ലെന്ന് സിബിഐ അഭിഭാഷകൻ വിശദമാക്കി. ഇതിലടക്കം വിശദീകരണം നൽകാനാണ് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, ഏത് തരത്തിൽ അന്വേഷണത്തിനകത്ത് വീഴ്ചയുണ്ടായി എന്നുള്ളൊരു നിരീക്ഷണം പരോക്ഷമായിട്ടെങ്കിലും കോടതി നടത്തിയിരിക്കുന്നു? അപർണ, നേരത്തെ ഈ അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ സിബിഐ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. സിബിഐയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായത് താൽക്കാലികമായ റിപ്പോർട്ടാണ്. എപ്പോഴെങ്കിലും കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ, മറ്റെന്തെങ്കിലും ഒരു തുമ്പ് ലഭിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അന്വേഷണം പുനരാരംഭിക്കും എന്ന നിലയ്ക്കാണ്. അന്തിമമായി കേസ് അവസാനിപ്പിച്ചിട്ടില്ല എന്നൊരു നിലപാടാണ് സിബിഐ സ്വീകരിച്ചത്. എന്നാൽ ജസ്നയുടെ അച്ഛൻ ഈ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വരികയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ രക്തം പുരണ്ട വസ്ത്രമുണ്ടായിരുന്നു, അതടക്കമുള്ള കാര്യങ്ങൾ സിബിഐ പരിശോധിച്ചിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു വസ്ത്രമില്ല എന്ന നിലപാട് സിബിഐ കൈക്കൊണ്ടു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് തിരുവനന്തപുരം സിജെഎം കോടതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജസ്ന ഗർഭിണിയായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള ചില സംശയങ്ങൾ, ഈ ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതിലൊന്നും തന്നെ കൃത്യമായ അന്വേഷണം നടന്നില്ല എന്ന പരാതി ഉയർന്നിരുന്നു. ഏതായിരുന്നാലും ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ജസ്നയുടെ പിതാവ് ഈ കാര്യം ഉന്നയിച്ചതാണ്. കൃത്യമായ പരിശോധനയോ അന്വേഷണമോ സിബിഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന കാര്യം. അതേസമയം സിബിഐ ഈ നൽകിയ റിപ്പോർട്ടിൽ നേരത്തെ സൂചിപ്പിച്ചത് ജസ്ന ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി വിവിധ അന്വേഷണം നടത്തി ലോക്കൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന പരാമർശവും സിബിഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചെങ്കിലും ആദ്യ മണിക്കൂറുകളിൽ കൃത്യമായ ഇടപെടൽ ലോക്കൽ പോലീസിൻ്റെ ഭാഗമായി ഉണ്ടായില്ല. ഏതൊരു കേസിലും ഈ ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കുന്ന ചില തെളിവുകളും തുമ്പുകളുമുണ്ട്. അതെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം. ഇത് ഈ കേസിനെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്ന കാര്യം സിബിഐ ചൂണ്ടിക്കാട്ടി. മാത്രവുമല്ല, പിന്നീട് ക്രൈംബ്രാഞ്ചും പ്രത്യേക അന്വേഷണ സംഘവും ഈ കേസ് അന്വേഷിച്ചതാണ്. ഭൂമി കുഴിച്ച് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. അപ്പോഴൊന്നും എവിടെയാണ് ജസ്ന എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ആദ്യത്തെ ചില CCTV ദൃശ്യങ്ങൾ മാത്രമായിരുന്നു. വീട്ടിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് പോയതാണ്. എരുമേലി കൂട്ടുതറയിൽ നിന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ ലഭിച്ചത് ഒഴികെ ജസ്ന എവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ സഞ്ചരിച്ചോ തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഗോവയും കർണാടകയും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജസ്നയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി. ചില മത പഠന കേന്ദ്രങ്ങൾ ആ നിലയ്ക്കുള്ള പരിശോധനകൾ നടത്തി. മതം മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിശോധനകൾ നടന്നു. വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയോ, അതിനൊന്നും തന്നെ വ്യക്തമായ ഒരു തെളിവും ലഭിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്നതിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള CBIയുടെ റിപ്പോർട്ടുണ്ടായത്. ഏതായിരുന്നാലും CBI ഇനി നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരുപക്ഷെ ലോക്കൽ പോലീസിനെ കുറ്റപ്പെടുത്തിയുള്ള നിലപാടായിരിക്കും CBI ഉദ്യോഗസ്ഥൻ സ്വീകരിക്കാനുള്ള സാധ്യതയും. അപർണ, വി വിനോദ് വിവരങ്ങൾ നൽകിയത്.